ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി 10ാമത്തെ ശ്ലോകത്തിൽ ദൂതനോടുകൂടി രഥത്തിൽ കയറി ഭഗവാൻ ആ വിദർഭ രാജ്യത്തേക്ക് പോവുകയാണ്. പ്രമുദിതേന ച തേന സമം തദാ രഥഗതഃ ലഘു കുണ്ടിനം ഏയിവാൻ ഗുരുമരുത്പുരനായക മേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം. ഹേ ഗുരുമരുത്പുരനായക, അല്ലയോ ഗുരുവായൂരപ്പ, തഥാ അപ്പോൾ, പ്രമുദിതേന സന്തുഷ്ടനായി. കാരണം ബ്രാഹ്മണൻ തിരിച്ചൊരു സന്ദേശമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോഴിതാ ഭഗവാൻ പറയുന്നു, നമുക്ക് ഇതാ ഇപ്പോൾ തന്നെ ഇറങ്ങാം. അങ്ങനെ തന്റെ സാരഥിയായ ദാരുകനെ വരുത്തിച്ചിട്ട് ആ ബ്രാഹ്മണനോടുകൂടെ, സന്തുഷ്ടനായ തേനച്ച സമം, ആ ബ്രാഹ്മണനോടുകൂടെ രഥഗതഃ ദാരുകൻ കൊണ്ടുവന്ന രഥത്തിൽ കയറിയിട്ട് ലഘു ക്ഷണത്തിൽ തന്നെ കുണ്ടിനം ഏയിവാൻ, കുണ്ടിന നഗരത്തിൽ, ആ രാജധാനിയിൽ എത്തിച്ചേർന്നവനായ ഭവാൻ, അല്ലയോ ഭഗവാനെ അങ്ങ്. ഇനി മേൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ മേ എന്റെ നിഖില ആപദാം എല്ലാ ആപത്തുകളെയും തനുതാം തെല്ലൊന്ന് വിതനുതാം ശമിപ്പിക്കണമേ ഭഗവാനെ. അപ്പൊ ഇവിടെ ഒട്ടും താമസിക്കേണ്ട, നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാം എന്ന് ആ ബ്രാഹ്മണനോട് പറഞ്ഞിട്ട് ഇങ്ങനെ രഥത്തോടുകൂടെ വരുത്തിച്ചിട്ട് ഇത് കേട്ടതും സന്തുഷ്ടനായ ആ ബ്രാഹ്മണനെയും ആ തേരിൽ കരയേറാൻ അനുവദിച്ച് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ രാജധാനിയിൽ വിദർഭ രാജ്യത്തിലേക്ക് പോയി. അപ്പൊ ഇവിടെ ഭഗവാനോട് പറയാണ്, ഒരു പരാതി പോലെ പറയാണ്, രുക്മിണി ഒരു സന്ദേശം അയക്കുമ്പോഴേക്കും ആ ഭഗവാനെ വിരഹവേദന സഹിക്കാതെ അങ്ങ് എത്ര പെട്ടെന്നാണ് തീരുമാനമെടുത്തത്, അങ്ങ് പോയല്ലോ അപ്പോൾ തന്നെ. ഇവിടെ ഇതാ ഈ ഉള്ളവൻ എത്രയോ ദിവസമായിട്ട് എന്തൊക്കെയോ ആവലാദികൾ പറഞ്ഞും ഭഗവാനെ സ്തുതിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ചൊരു പരിഗണന എനിക്കും തരണമേ ഭഗവാനെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഒരു ദശകത്തെ അവസാനിപ്പിക്കുന്നത്. ഇവിടെയും ആ 4ാമത്തെ വരിയില് വി തനുതാം തനുതാം, വിതനുതാം എന്നാൽ സ്തുതിക്കുക, തനുതാം എന്ന് വെച്ചാൽ തെല്ല് കുറച്ചൊന്ന് എന്റെ ഈ അസുഖങ്ങളെയൊക്കെ മാറ്റിത്തരണമേ, അല്ലെങ്കിൽ തെല്ലൊന്ന് കുറച്ചെങ്കിലും ഒന്ന് ശമിപ്പിക്കണമേ എന്നാണ് അവിടെ തനുതാം എന്നതിന്റെ അർത്ഥം. അപ്പൊ ഈ ഒരു എല്ലാ വരികളിലും ഇത്ര കൃത്യമായിട്ട് അതിനെ ഘടിപ്പിക്കാൻ അത്രയും പാണ്ഡിത്യമുള്ള, കവിത്വമുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുകൂടെ നമ്മൾ ഓർക്കണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 10. പ്രമുദിതേന ച തേന സമം തദാ രഥഗതോ ലഘുകുണ്ടിനമേയിവാൻ ഗുരുമരുത്പുരനായക മേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം.
പിതൃക്കളെ, ഗുരുക്കന്മാർ, മഹത്തുക്കളെ എല്ലാവരെയും സ്മരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു. വ്യാസനെയും വ്യാസാവതാരമായിരിക്കുന്ന ഭട്ടതിരിപ്പാടിനെയും നമസ്കരിക്കുന്നു. 78-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ തുടക്കമാണ് ഇവിടെ. തുടക്കം വർണ്ണിക്കാൻ പോകുന്നു. ഇവിടെ ആദ്യം അവതരിപ്പിക്കുന്നത് ഈ ശ്ലോകത്തിലെ ബ്രാഹ്മണനെ തന്നെയാണ്. വളരെയധികം നിരാലംബയായി നിൽക്കുന്നതായ രുക്മിണിയുടെ അവസ്ഥ അറിഞ്ഞു വന്നതായ ബ്രാഹ്മണൻ ഭഗവാനെ പൂജ സ്വീകരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭഗവാൻ തന്നെ ആ രുക്മിണിയുടെ കാര്യം ഏറ്റെടുത്തതോടുകൂടി അതീവ സന്തുഷ്ടനും സംതൃപ്തനുമായി തീർന്നു ആ ബ്രാഹ്മണൻ. പ്രമുദിതേന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ പറയുകയാണ് ബ്രാഹ്മണനോട്, ഇനി നമുക്ക് താമസിക്കേണ്ട, ശുഭസ്യ ശീഘ്രം, അങ്ങനെയാണല്ലോ ബ്രാഹ്മണനും വന്നത്, നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാം, എൻ്റെ കൂടെ പോന്നോളൂ. രഥത്തിൽ കയറി എൻ്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, നല്ല വേഗം ഉണ്ടാവും, ഭയം ഉണ്ടാവുമോ? ബ്രാഹ്മണൻ പറഞ്ഞു, കുറച്ചൊക്കെ ഭയം ഉണ്ടാവും, അങ്ങനെയൊന്നും സഞ്ചരിച്ച് ശീലമില്ല. ഒരു കാര്യം ചെയ്തോളൂ, എൻ്റെ അടുത്തിരുന്ന് കണ്ണടച്ച് നാമം ജപിച്ചുകൊണ്ടിരുന്നോളൂ. പറഞ്ഞ നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ എത്തേണ്ട അടുത്ത് എത്തിയിരിക്കും. ഭഗവാന്റെ രഥം അതിവേഗത്തിൽ, നമുക്കൊന്നും സങ്കല്പിക്കാൻ വയ്യാത്ത തരത്തിലുള്ളതായ വേഗത്തിലാണ് ഭഗവത് രഥം സഞ്ചരിക്കുന്നത്. അതിലെ കുതിരകളൊക്കെ ദിവ്യമായിട്ടുള്ളതാണ്. അങ്ങനെ അതിസന്തോഷത്തോടുള്ള ബ്രാഹ്മണനെ കൂടെ ഇരുത്തി ഭഗവാൻ യാത്ര പോവുകയാണ്. ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടോ, ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ടോ എന്നൊന്നും ഇവിടെ പറയുന്നിട്ടില്ല. പക്ഷേ ഭഗവാനെ കാണാതായി ഇപ്പോൾ ബലരാമൂർത്തിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടേക്കാണ് പോയിരിക്കണമെന്നുള്ളത്. അത് വരാൻ പോകുന്നുണ്ട്. ഏട്ടാനിയന്മാർ തമ്മിലുള്ളതായ മാനസികമായ അടുപ്പം വളരെ രസമാണ്. ഇവിടെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട്. അവിടുന്ന് വിതനുതാം തനുതാം നിഖിലാപതാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ആപത്തുകളെ ഇല്ലാതാക്കണം. രോഗങ്ങൾ ആപത്തിൻ്റെ ഭാഗമാണ്. ഇതിലേറ്റവും പ്രധാനമായി എന്തുകൊണ്ട് ഭഗവാന്റെ വിവാഹത്തിന് അല്ലെങ്കിൽ രുക്മിണിയെ സ്വീകരിക്കാൻ പോകുന്നതായ സന്ദർഭത്തിൽ ആപത്തെന്നുള്ള വാക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നാണെങ്കിൽ, വിവാഹം ശ്രേഷ്ഠമായൊരു കർമ്മമാണ്. ലോകത്തിലേക്ക് സത്സന്തതികളെ പ്രദാനം ചെയ്യാനും അതുപോലെ ജീവിതത്തിനെ ധന്യമാക്കാനുള്ളതാണ് ഗൃഹസ്ഥാശ്രമം. അവിടെ പതിപത്നിമാർ യോജിപ്പോടും സഹകരണത്തോടും സ്നേഹത്തോടും വിട്ടുവീഴ്ച മനോഭാവത്തോടും കൂടിയിട്ട് ദാമ്പത്യത്തിനെ വിജയിപ്പിക്കണം. അവർ ലക്ഷ്മി നാരായണന്മാരെ പോലെയോ പാർവതി പരമേശ്വരന്മാരെ പോലെയോ തമ്മിൽ അടുപ്പത്തോടു കൂടിയിട്ട് വേണം ജീവിച്ചു പോകാനായിട്ട്. ദാമ്പത്യം വിജയിപ്പിക്കുന്നതിൽ തുല്യ ബാധ്യത രണ്ടുപേർക്കുണ്ട്. തമ്മിൽ അഹങ്കരിക്കാനോ മത്സരിക്കാനോ പോയാൽ ദാമ്പത്യം പരാജയപ്പെടും. അതൊരു വലിയ ആപത്തുമാണ്. കാരണം ജീവിതത്തിൻ്റെ ഒരു വലിയ വഴിത്തിരിവാണ് വിവാഹവും ദാമ്പത്യമൊക്കെ. അതൊരു ആപത്താവാതെ നോക്കണം നമ്മൾ. അത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ദശകത്തിൽ മാത്രം, നാരായണീയത്തിലെ മറ്റൊരു ദശകത്തിലും കാണാത്ത പോലെ ആപത്തൊന്നും രൂപം പ്രാപിച്ച് എന്നെ ആക്രമിക്കരുത്, വിതനുതാം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു തരത്തിലുള്ളതായ ആപത്തുണ്ടാവരുത്. അപ്പോൾ ദാമ്പത്യം എത്ര മനോഹരമായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു നിർദ്ദേശം നമ്മൾ കാണണം. കുടുംബത്തിൽ ശാന്തി സമാധാനം കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളായിരിക്കണം. വരും തലമുറയ്ക്ക് പോലും മാതൃകയാവണം അവർ. ഇതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കും പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതവും ഭഗവാൻ ധന്യമാക്കി തരണം. ആപത്തൊന്നും സംഭവിക്കരുത്. ആപത്തുകളിലൊന്നായ രോഗം, മറ്റു പലതുമുണ്ട്. ശത്രുബാധയാവാം, അല്ലെങ്കിൽ അഹങ്കാരം, ഈ ഷഡ്വൈരികളുടെ ബാധയാവാം.
ഇതൊക്കെ ആപത്താണ്. അപ്പോൾ ഈ ആപത്തൊക്കെ ഒഴിവാക്കാനാണ് സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഗുരുവായൂരപ്പനോട് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. നമുക്കും പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ധന്യമാക്കണം. ആപത്തൊന്നും സംഭവിക്കരുത്. കുടുംബജീവിതമായാലും വ്യക്തി ജീവിതമായാലും ഔദ്യോഗിക ജീവിതമായാലും സമൂഹത്തിലുള്ളതായ നമ്മുടെ ജീവിതമായാലും എല്ലാം ശാന്തവും സുന്ദരവും ആവണം. അതിന് എന്താ വേണ്ടത്? ആത്മീയമായൊരു ബോധവും ഈശ്വരനോടുള്ളതായ അടുപ്പവും ഈശ്വരനോട് ഉള്ളതായ ആശ്രയ ഭാവവും നമുക്കുണ്ടാവണം. അതേവർക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നാഥൻ ഗുരുവായൂരപ്പനാണ്. ഇവിടെ രുക്മിണീദേവിയും രാജകുമാരി ആണെങ്കിൽ കൂടിയിട്ടും ആശ്രയിച്ചത് ഭഗവാനെയാണ്. അതുകൊണ്ട് തന്നെ രുക്മിണീദേവി രക്ഷപ്പെടുന്നുണ്ട്. നമുക്കിതൊക്കെ ആ രുക്മിണീദേവിയുടെ ജീവാത്മാവായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ വിശേഷമായി എന്നർത്ഥം. എവർക്കും ഗുരുവായൂരപ്പന് അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇതിലെ തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിനെ ധന്യമാക്കാൻ എവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിശരണം.